ശബരിമല സ്വർണ്ണക്കൊള്ള അതിന് ഭയങ്കര ട്വിസ്റ്റോടുകൂടി കാര്യങ്ങൾ പോവാണ്. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ അടിവേര് തോണ്ടാൻ സാധ്യതയുണ്ട്. ആ രീതിയിലല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഏറെക്കുറെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം SIT വിശ്വാസം ഇല്ല എന്ന് പറയുന്ന കോൺഗ്രസ്, അത് കഴിഞ്ഞിട്ട് CBI അന്വേഷിക്കണം എന്ന് പറയുന്നു, വീണ്ടും SIT വിശ്വാസമാണെന്ന് പറയുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മലക്കം മറിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ തുടക്കമാകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അതിലെ കേസിൽ 1-ാം പ്രതി, പ്രധാന തട്ടിപ്പുകാരൻ. ഈ തട്ടിപ്പുകാരൻ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോഴാണ്, അതായത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യം ഉയർത്തിയ ആക്ഷേപം. അങ്ങനെ ആ പീഠം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സമയം മുതൽ തന്നെ ഇതിനകത്ത് എവിടെയും ഒരു ആശയക്കുഴപ്പം നമുക്ക് എല്ലാവർക്കും തോന്നിയതാണ്. കാരണം ഒരാൾ സ്വയമേവ ആ പീഠം ഒളിപ്പിച്ചു വെച്ച ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇത് കേസുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിനകത്ത് വേറെ എവിടെയോ നിഗൂഢമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എവിടെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇങ്ങനൊരു പരാതി ഉയർന്നു വരാൻ. പക്ഷെ അന്വേഷണം നടത്തി വന്നപ്പോഴാണ് അവിടെ ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം മോഷണം പോയിരിക്കുന്നു എന്നുള്ള ഒരു സാധനത്തിന്റെ തെളിവുകളിലേക്ക് എത്തുന്നത്. ദ്വാരപാലക ശില്പം മാത്രമല്ല, വാതിൽപ്പാളികൾ ഇളക്കി വിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാജിവാഹനം തുടങ്ങിയ അവിടെ നിന്ന് വളരെ പ്രഷ്യസ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന പല വിഗ്രഹം എന്ന് പറയാൻ കഴിയില്ല തന്നെ പല സ്കൾപ്ചേഴ്സും അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഏകദേശം 103 കിലോഗ്രാമോളം സ്വർണത്തിന്റെ കണക്കൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കുറേയധികം സ്വർണ്ണ പാളികൾ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണ വിഗ്രഹങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് കാണാതായി എന്നുള്ള ഒരു വലിയ ഒരു മോഷണ കഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്. ഒരുപക്ഷെ അതൊരു എനിക്ക് തോന്നിയത് ചിലപ്പോൾ അതൊരു ചെറിയൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കളിച്ച കളിയായിരിക്കാം. അത് ഇന്ന ആൾക്കാർ കുടുങ്ങുക എന്നുള്ളതാണ്. അപ്പം അതിലപ്പോൾ പ്രധാന പ്രതിസ്ഥാനത്ത് വരിക സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും അതിനകത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ട് ആരൊക്കെയോ കൂടി ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചനയുടെ ഫലം എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമായിരുന്നു തുടക്കത്തിൽ. അപ്പൊ അത് പക്ഷെ തെളിയുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതോടുകൂടി അതിന്റെ കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്തു. പക്ഷെ അവിടെ തീർന്നില്ല കഥ. പിന്നീടാണ് സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം എന്നുള്ള നിലയിലേക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നു. അപ്പോൾ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ചെയ്തു. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ ഇതൊരു ആഭ്യന്തര കുറ്റകൃത്യം എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ മാനങ്ങളുള്ള ഒരു അന്തർദേശീയ കുറ്റകൃത്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് മാത്രമേ ഈ കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. ചെന്നിത്തല പറഞ്ഞതിന് അത് തെറ്റൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു അന്തർദേശീയ കുറ്റകൃത്യമായി മാറുമ്പോൾ നമ്മുടെ SITയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അന്വേഷണത്തിന്റെ ഒരു ജൂറിസ്ഡിക്ഷൻ വളരെ പരിമിതമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പൊ തന്നെ തമിഴ്നാട് മണിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ തമിഴ്നാട് പോലീസ് പോലും കേരള പോലീസുമായിട്ട് അധികം സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ജൂറിസ്ഡിക്ഷന്റെ പരിധി അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ CBI പോലെയുള്ള ഒരു അന്വേഷണ സംഘം ഏറ്റെടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതായത് CBI എന്നുള്ളതാണ് UDFന്റെ ഇപ്പോഴത്തെ ഒരു പക്ഷം. കാരണം അത് പക്ഷേ ഒരു സാധ്യത മാത്രമാണ്. സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ CBI അന്വേഷണം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇങ്ങനെ ഒരു അന്തർദേശീയ കുറ്റവാളികൾ ഇതിന് ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ വിശദമായ വിവരങ്ങൾ SIT കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഈ അന്വേഷണം നിൽക്കില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ ഇത് CBIക്ക് കൈമാറാം. ആദ്യം പ്രധാനമായും വേണ്ടത് ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യമായി ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം. അതിനുശേഷം മാത്രമേ തുടർന്ന് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ബന്ധപ്പെട്ട് ഇനി തൊണ്ടി മുതൽ നമ്മുടെ കടൽ കടന്ന് പോയിട്ടുണ്ടോ, ഇത് നമ്മുടെ ചർച്ചാപരിധിയിൽ വരേണ്ട കാര്യമാണ്. ഈ ആരൊക്കെയാണ് അങ്ങനെ കടൽ കടന്ന് പോയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് നമ്മുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഉത്തരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അന്വേഷണ സംഘത്തിന്റെ ഇതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ഇപ്പൊ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ്. പ്രധാനമായും രാഷ്ട്രീയ ആരോപണം ഉയർന്നു വന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെയും അതോടൊപ്പം പത്മകുമാറും N വാസുവും അറസ്റ്റിലായി അവരകത്ത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല, അവർ കുറ്റവാളികൾ തന്നെയാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ എൻക്വയറി ചെയ്തതിൽ നിന്നും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഫ്രൂട്ട്ഫുൾ ആയ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുണ്ട്. അതായത് VD സതീശനും രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ പലതും കടകംപള്ളിയിൽ ഉന്നമിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷെ അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. കടകംപള്ളി ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടകംപള്ളി അതിനകത്ത് പാർട്ടാണെങ്കിൽ
എന്തുകൊണ്ടാണ് കടകംപള്ളിക്ക് എതിരായി ഇവിടെ ഒരു തെളിവുകളില്ലാതെ പോയത്? ഇനി അഥവാ ഈ അന്വേഷണ സംഘത്തിനോട് ഇപ്പം തൃപ്തിയില്ല എന്ന് പറയുന്ന ഈ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ആരാണ് ഈ പറയുന്ന അന്വേഷണത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നത് എന്നത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഒരു പരാതി കൊടുക്കാത്തത്? ഇങ്ങനെ ഇന്ന ആളുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമായി ഒരു പേരെഴുതി വെച്ചുകൊണ്ട് എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇന്റർഫിയറൻസ് നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ കോടതിക്ക് ബോധ്യപ്പെടുകയും കോടതി അതുമായി ബന്ധപ്പെട്ട് SITക്ക് കർശന നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. ഈ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് മേലെയാണല്ലോ കോടതി നിൽക്കുന്നത്. അപ്പോൾ കോടതിയല്ലേ അവർ സമീപിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും പ്രതിപക്ഷ നേതാക്കൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം. അതിനകത്ത് എന്തുകൊണ്ടായിരിക്കും തെളിവുകളില്ല. ഇപ്പം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ പിടിയിലാക്കാൻ വേണ്ട തെളിവുകൾ ഇവരുടെ കയ്യിലില്ല. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതിനകത്തേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിന്നും അന്വേഷണത്തിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നുണ്ട്. തെളിവുകളില്ല. പുള്ളി പറയുന്നത് VD സതീശൻ പറയുന്നത് VD സതീശനോട് ഏതൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെ കോട്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നില്ല? അപ്പം ഇങ്ങനെ തുടങ്ങിയ ഉത്തരങ്ങളില്ലാത്ത അതല്ലെങ്കിൽ തെളിവുകളില്ലാത്ത നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു ചിത്രം പുറത്തേക്ക് വരുന്നു. ആ ചിത്രം ശരിക്കും പറഞ്ഞ കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലേക്കാക്കി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ UDF കൺവീനറും MP-യും അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി എന്ന് പറയുന്ന പത്തനംതിട്ട MP-യും ഇവര് ഒരുമിച്ച് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ജുവലറിക്കാരനെയും സ്വർണം മറിച്ചു വിറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെടെ സോണിയാഗാന്ധിയുടെ ആയിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. പക്ഷെ ആ ചിത്രം നമ്മൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ പോലും ഇവിടെ ഈ ചിത്രം കാണുമ്പോൾ നമ്മുടെ മുന്നിൽ കുറെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എങ്ങനെ അവരവിടെ എത്തി? അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അവിടെ എത്തി? അപ്പൊ അടൂർ പ്രകാശ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചു, ഞാൻ പോയി എന്നതിനപ്പുറത്തേക്ക് പറയുന്നില്ല. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ വിളിച്ചാൽ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി എന്തിന് അടൂർ പ്രകാശ് പോകണം? ഇപ്പൊ ആന്റോ ആന്റണി അത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്, പിന്നെ അങ്ങനെയാണ് വോട്ടർമാര് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പം പുള്ളി വിളിക്കുന്നു, ഈ സോണിയാഗാന്ധിയെ കാണാനായിട്ട് പോകുന്നു. എന്റെ സംശയം അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയിൽ എങ്ങനെ ആക്സസ് കിട്ടി എന്നുള്ളൊരു ചോദ്യമില്ലേ? എങ്ങനെ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടി? ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വെറും ഒരു വ്യവസായി, അതിൻ്റെ ഒരു പോറ്റിക്ക് എങ്ങനെയാണ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ UPA എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആവശ്യം എന്തായിരുന്നു? എന്തിനു വേണ്ടി മീറ്റ് ചെയ്തു? അതൊരു ചോദ്യമല്ലേ? ഇപ്പം വെറുതെ കയറി ഒരു ഇപ്പം മുഖ്യമന്ത്രിയെ അന്ന് തന്നെ പറഞ്ഞ് ഭീമ ഗോൾഡുമായിട്ട് ചേർന്നിട്ട് കേരള പോലീസിന് ആംബുലൻസ് കൊടുക്കുന്ന ഒരു നീക്കം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചിട്ടാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊരു കുറെ മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ദൃശ്യത്തിൽ നിന്ന് ഒരു ഫ്രെയിം അവർക്ക് ഇഷ്ടപ്പെട്ടത് പിടിച്ചു വെച്ചിട്ട് 60 ഫ്രെയിംസ് വരുമല്ലോ, അതിൽ ഒരു ഫ്രെയിം അവർ പിടിച്ചു വെച്ചിട്ട് ആ ഒരു ഫ്രെയിം കട്ട് ചെയ്തൊരു ഫോട്ടോയാക്കി പ്രദർശിപ്പിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി അയാളുടെ ചെവിയിൽ കാര്യം പറയുന്നു, അയാളുടെ ചെവിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിക്ക് നുള്ളാൻ പോകുന്നു തുടങ്ങിയ രീതിയിൽ അതിന് വ്യാപകമായ പ്രചാരം കൊടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത്, പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കാര്യം. രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെ നേരിടാനുള്ള ആയുധമാക്കി അതിൽ നിന്ന് വെട്ടിയെടുത്ത ചിത്രങ്ങളെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു മുഴുനീള ദൃശ്യത്തിൽ നിന്നും ഒരു ഫ്രെയിം വെട്ടി ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി അയാളുടെ പിന്നിലൂടെ പോകാൻ തുടങ്ങുന്ന ഒരു ഇതാണ്. അപ്പൊ ദൃശ്യത്തിൽ നമുക്ക് കാണാം, മുഖ്യമന്ത്രി ഇയാളെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നീക്കിയിട്ട് മുഖ്യമന്ത്രി ആ ഗ്യാപ്പിലൂടെ ഓഫീസിനകത്ത് കയറി പോവാണ്. പച്ചയ്ക്ക് ഒരു പട്ടാപ്പകല നടന്നൊരു സംഭവമാണ്. അപ്പം ഈ ഒരു ദൃശ്യം ഇങ്ങനെ നിർത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താ? മുഖ്യമന്ത്രിയുടെ തല ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിക്ക് നേരെയും കൈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഷോൾഡറിന് നേരെ നിൽക്കും. സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ? ഇത് കാണുന്ന ആളെ തെറ്റിദ്ധരിക്കുന്നത് എന്താ? മുഖ്യമന്ത്രി വേണ്ട അത്ര അടുപ്പം എന്ന് ചിന്ത വരും. അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ജനം കാണാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ അതിനൊരു പൊളിറ്റിക്കൽ ആംഗിളിലൂടെ ഡിസ്കസ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ നമ്മൾ നാളിതുവരെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്നോ ഈ പറയുന്ന പിടിയിലായ N വാസുവും പത്മകുമാറും നിരപരാധികളാണെന്നോ അവരാരും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദ മാഷ് പോലും പറഞ്ഞിട്ടില്ല. ഗോവിന്ദ മാഷ് പറഞ്ഞത് എന്താണ്? അവരെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു, അവരാ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമ്മുടെ ഗോവിന്ദ മാഷിനുള്ളത്. അതിന്റെ അർത്ഥം എന്താ? പാർട്ടി അവരെ കൈയൊഴിഞ്ഞു. നാളെ അതുമായി ബന്ധപ്പെട്ട് കേസാവുകയും ആ കേസിൽ ഇവർക്കെതിരായി ശക്തമായ ബലപ്പെട്ട ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും N വാസുവിനും പത്മകുമാറിനും പാർട്ടി നടപടി എടുത്തിരിക്കും, അവർക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്യും.
അപ്പൊ അക്കാര്യത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം വ്യാപകമായി പ്രചാരം കൊടുത്തുകൊണ്ട് പാരഡി ഗാനം തന്നെ ഇറക്കിയില്ലേ, പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പാട്ട് വരെ ഉണ്ടായി. അപ്പൊ ഈ യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്ന UDF നേരെയാണ്. പോറ്റിയെ കയറ്റിയത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോറ്റി അവിടെ കയറാൻ കാരണക്കാരനായത് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭാ കാലഘട്ടത്തിലാണ്. അപ്പൊ അന്ന് പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പൊ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും VS ശിവകുമാർ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു ശരിക്കും പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഒരു ശബരിമലയിൽ ആക്സസ് കിട്ടിയത്. ഇതിനെക്കുറിച്ച് പറഞ്ഞ എന്താ, അന്ന് തന്നെ ശക്തനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാ പറയുന്നത്. ശബരിമലയിൽ അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ അന്നദാനം നടത്തിയ സമയത്ത് എന്തോ അടൂർ പ്രകാശിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു രാഷ്ട്രീയക്കാര് അന്ന് അടൂർ പറയുന്നത് എന്നെ പിന്നെ ആൾക്കാരൊന്നും അല്ല, എന്നെ എന്താ പറയാ അയാൾ കള്ളനാണോ കൊലപാതകയാണോ എന്ന് അന്ന് അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊരു ന്യായമായ കാര്യമല്ല. ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾ വളരെ പൊളിറ്റിക്കലായിട്ട് വളരെ സെൻസേഷണൽ ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സോണിയാഗാന്ധിയുടെ ഒപ്പം നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് കൂടെ നിന്ന് ഫോട്ടോ എടുത്തത്? അതിന്റെ സാങ്കത്യം എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധി അന്വേഷിക്കണമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ എന്താണ് പ്രൊവിഷൻ, അല്ലെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ആണോ അല്ല നോൺ പൊളിറ്റിക്കൽ ആണോ, എന്താണ് അവിടെ നടക്കാൻ പോകുന്ന ചടങ്ങ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാതെ MP ആയി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ ചെന്നു? സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണാൻ ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണ്ടേ? ഒരു ജസ്റ്റ് നമ്മൾ പരിശോധിച്ച് നോക്കൂ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള സോണിയാഗാന്ധിയെ പോലൊരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ശബരിമലയിലെ തന്ത്രി പോലും അല്ല, അവിടുത്തെ ഒരു തന്ത്രിയാണെങ്കിൽ, അവിടെ മേൽശാന്തിയോ തന്ത്രിയാണെങ്കിൽ പിന്നെയും പറയാം അങ്ങനെ ഒരു അംഗീകാരം അവിടെ കിട്ടിയിട്ടുണ്ട്. കാര്യം തന്ത്രിക്ക് കാണാം, പ്രശ്നമില്ല, തന്ത്രിക്ക് നല്ല പിന്നെ ഇതുള്ളതാണ്. അപ്പൊ ആ തന്ത്രിക്കാണെങ്കിൽ അവിടെ പോയി സോണിയാഗാന്ധിയെ കാണാൻ തെറ്റൊന്നുമില്ല. കാരണം അവർക്ക് അത്രത്തോളം ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. തന്നെയല്ല ശബരിമലയിലെ തന്ത്രി ദൈവതുല്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പം സോണിയാഗാന്ധിയെ വിളിച്ചിട്ട് ഇതുപോലെ ഞാൻ വരുന്നുണ്ട്, എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും സോണിയാഗാന്ധിയും അതിന്റെ പരിവാരങ്ങളും ചേർന്നിട്ട്. കാര്യം അത്രത്തോളം പ്രസക്തനായ ഒരു വ്യക്തിയാണ് ശരിക്കും തന്ത്രി എന്ന് പറഞ്ഞത്. തന്ത്രിയല്ല ചെല്ലുന്നത്, തന്ത്രിയാണെങ്കിൽ ചെയ്യും. അത് അത്രയും പ്രസക്തനൊന്നും അല്ല. അയാളൊരു മേൽശാന്തിയല്ല, കീഴ്ശാന്തിയല്ല. കീഴ്ശാന്തിയുടെ സഹായിയായി അവിടെ കയറി ശബരിമലയിൽ സ്പോൺസർമാരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന കേവലം ഒരു വ്യക്തി. അതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യം ഇല്ലാത്ത ഒരു വ്യക്തിയെ സോണിയാഗാന്ധി കാണാനും അയാൾക്കൊപ്പം ഫോട്ടോ നിന്നെടുക്കാനും ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കയറ്റാൻ ഒരാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അയാൾക്ക് ആ പ്രസ്തുത വ്യക്തിക്കുണ്ടായ നേട്ടം? ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധി വരണ്ടേ? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണ്ടേ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അത് കള്ളനല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് പോയതെങ്കിൽ എന്ന് പറഞ്ഞിരുന്നാൽ പോലും കള്ളനല്ല, ശരി തന്നെ, കള്ളനോ കൊലപാതകിയോ അല്ലെങ്കിൽ പിന്നെ കള്ളക്കച്ചവടക്കാരനോ എന്തോ ആയിക്കോട്ടെ, ആയിരുന്നാലും ശരി, ഒരാൾ ക്ഷണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ. ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അന്വേഷിച്ചതിന് ശേഷമല്ലേ. കാരണം എന്താണ്, നാളെ ഇത് തനിക്കെതിരായ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വലിയ പ്രശ്നമായി മാറുമോ ഇല്ലയോ എന്നുകൂടി ചിന്തിച്ചിട്ട് വേണ്ടേ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ നേതാവ് ഇക്കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. പക്ഷെ അതിൽ കാണിക്കേണ്ട ശ്രദ്ധ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഈ പറയുന്ന അടൂർ പ്രകാശോ ആന്റോ ആന്റണിയോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കുറ്റകരമായ ഒരു അനാസ്ഥ. അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമായിരുന്നു. അവിടെ ഉപഹാരം കൊടുക്കുന്നു എന്ന് പറയുന്നു, കയ്യിൽ ചരട് കെട്ടി കൊടുത്തു എന്ന് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം BRM ഷഫീർ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, സോണിയാഗാന്ധിക്ക് മാരകമായ രോഗമായിരുന്നു, ആ രോഗശാന്തിക്ക് വേണ്ടി ശബരിമലയിൽ പൂജിച്ച് ചരട് കൊണ്ട് കെട്ടിക്കൊടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ? അപ്പം സ്വാഭാവികമായി ഇതിന്റെ അന്വേഷണത്തിൽ അടൂർ പ്രകാശ് ഇപ്പോഴും ഉരുണ്ടു മറിഞ്ഞ് കളിക്കുക. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഈ അടിവേര് തോണ്ടുവോന്ന് ചോദിച്ചത് അതാണ്. ഈ അടിവേര് ഇതിന്റെ അന്വേഷണത്തിൽ ഇപ്പോഴും നമുക്ക് ആ അടിവേര് തോണ്ടുന്ന കാര്യത്തെ കുറിച്ച് വ്യക്തമായി നമുക്കൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണം എവിടെയാണ് എന്നുള്ളതിന്റെ യഥാർത്ഥമായ ഒരു പിക്ചർ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എവിടെയുണ്ട് ശബരിമലയിൽ നിന്ന് മോഷണം പോയിരിക്കുന്ന ആ സ്വർണ്ണപ്പാളികൾ അടക്കമുള്ള ശബരിമലയിലെ സാധനങ്ങൾ എവിടെയുണ്ട്? ഗോവർദ്ധൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ തൊണ്ടിമുതൽ കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ശബരിമലയിലെ അതിവിശിഷ്ടമായ ഒരു സാധനത്തെ നമ്മൾ തൊണ്ടിമുതൽ എന്ന് വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. അതാണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതാണ് വിഷമം, അതാണ് മാനസിക പ്രശ്നം. അതാണ് ശബരിമലയിൽ നമ്മൾ അതിവിശിഷ്ടമെന്ന് കരുതുന്നതിനെ തൊണ്ടിമുതൽ എന്ന് വിളിക്കേണ്ടി വരുന്നു. അതൊരു പ്രശ്നമാണ്. പിന്നെ തന്നെയല്ല ഈ പറയുന്ന ഈ സ്വർണ്ണപ്പാളികളെല്ലാം എവിടെയാണ്, എന്താണ്, എന്ത് സംഭവിച്ചു? ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ, ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇത് കച്ചവടത്തിന് വെച്ചിട്ടുണ്ടോ? അതറിയണം. ഇനി അതല്ല ഇറ്റലിയിലാണോ? ഇറ്റലിയിൽ അങ്ങനെ ഒരു പരാമർശം കൂടി വരുന്നുണ്ട്.
കാര്യം സോണിയാഗാന്ധിയുടെ സഹോദരിമാർക്ക് അവിടെ ആന്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്, പല ഷോപ്പുകളുണ്ട്, വലിയ ഷോപ്പുകളാണ്. നമ്മൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയതല്ല, വലിയ കടകളുണ്ട്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഈ സാധനം എത്തിയിട്ടുണ്ടോ അങ്ങനെ പരാമർശം വരുന്നുണ്ടെന്നേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അതിന്റെ പേരാണ് ഗണപതി എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അങ്ങനെ ഇറ്റലിയിലുള്ള ഒരാൾക്ക് ഗണപതി എന്ന പേരിൽ എങ്ങനെയാണ് ഒരു ഷോപ്പിന് പേരിടുക? അല്ലെ, അങ്ങനെ ചില ചോദ്യങ്ങൾ ഇപ്പൊ സ്വാഭാവികമായും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കേവലം ഒരു പൊളിറ്റിക്കൽ എന്നതിനപ്പുറത്തേക്ക് കോംപ്ലിക്കേറ്റഡ് പൊളിറ്റിക്കലി ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു വലിയ കുറ്റകൃത്യം എന്നുള്ള നിലയിലേക്കാണ് ശബരിമല സ്വർണ്ണപ്പാളി കേസിന്റെ അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. കോൺഗ്രസ് ആണെങ്കിലും എന്തുകൊണ്ട് ഇപ്പൊ CBI അന്വേഷണം വേണമെന്ന് ഇവര് പറയുന്നതിന് കാരണം എന്താ? ഇവര് കുടുങ്ങുമോ എന്നുള്ള ഭയം ശരിക്കും പറഞ്ഞ VD സതീശൻ അടക്കമുള്ളവർക്കുണ്ട്. കുടുങ്ങിയേക്കാം. കാരണം അടൂർ പ്രകാശ്, ആന്റോ ആന്റണി ഇവര് പറയുന്നതൊക്കെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? ഒരിക്കലും അവർ പറയുന്ന പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നത് എങ്ങനെ മുഖവിലേക്ക് എടുക്കണം? ഇത്രയും വലിയ നീച കുറ്റകൃത്യം ചെയ്ത രാഹുൽ മാങ്കൂട്ടം പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് സ്വയം ന്യായീകരിക്കുകയല്ലേ ചെയ്ത്. അപ്പം സ്വയം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഇപ്പം അടൂർ പ്രകാശ് പറയുന്നത് കേരളവുമായി BJPക്ക് പാല വിട്ടുകൊടുത്തിരിക്കുന്ന ഒരാൾ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതായത് ജോൺ ബ്രിട്ടാസിന് അതിനുള്ളിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പൊളിറ്റിക്കലി ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറി പകരം ഇതിന്റെ യഥാർത്ഥ അവസ്ഥകളെക്കുറിച്ചും എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും വീണ്ടും വിധത്തിലുള്ള അന്വേഷണത്തിലേക്ക് ശരിക്കും പറയാം SIT പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഒരു പക്ഷേ ഇത് നാളെ ഈ പറയുന്ന അടൂർ പ്രകാശ് അതിനകത്ത് പങ്കാളിയായി മാറിയേക്കാം, നാളെ ആന്റോ ആന്റണി അതിനകത്ത് പങ്കാളിയായി മാറിയേക്കാം, ഈ പറയുന്ന ഇനി സോണിയാഗാന്ധി തന്നെ അതിനകത്ത് ഉൾപ്പെടുമോ എന്നുള്ള കാര്യവും നമ്മൾ സംശയത്തോടെ കാണണം. അങ്ങനെ സോണിയാഗാന്ധി കൂടി ഉൾപ്പെട്ടാൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അപ്രസക്തമാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ സെൻസിറ്റീവായിട്ടുള്ള വിഷയം സംഘപരിവാർ ഉത്തരേന്ത്യ പോലെ ഒരു സ്ഥലത്ത് സോണിയാഗാന്ധിക്കെതിരായി ഉപയോഗിക്കുന്നതിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. ശബരിമല എന്ന് പറയുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ അടക്കം മറിച്ചു വിൽക്കുന്നതിൽ കുറ്റക്കാരിയാണ് സോണിയാഗാന്ധി. ഇപ്പൊ ഈ അടൂർ പ്രകാശിന്റെ ആന്റോ ആന്റണിയുടെ ഒക്കെ പേര് വന്നപ്പോ തന്നെ നല്ല രീതിയിൽ അതിനെ മുതലെടുക്കുന്നുണ്ട് BJP മുതലെടുക്കുന്നുണ്ട്. BJP ഇപ്പം പുതിയ ഇലക്ഷൻ സോങ് വരെ ഇറക്കി. സ്വർണം കെട്ടത് CPM-ഉം വിറ്റതും കാശാക്കിയതും കോൺഗ്രസുമാണ് എന്നുള്ള തലത്തിലേക്ക് വന്നില്ലേ. ഈ രീതിയിലേക്ക് അതിനെ ഒരു പൊളിറ്റിക്കൽ മാർജിനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ മാർജിനിലേക്ക് അല്ല ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ശരിക്കും ഇത് എവിടെയാണ്, എന്താണ്, എങ്ങനെ, എന്ത് സംഭവിച്ചു, അതോടൊപ്പം തന്നെ ഈ സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ, ശരിക്കും അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് പങ്കുണ്ടോ? അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ സാധാരണക്കാരൻ എങ്ങനെയാണ് ആക്സസിബിലിറ്റി കിട്ടി? അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ പോയെന്നാണ് 2 MP-മാരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഏതോ ഒരാൾ വിളിച്ചപ്പോൾ, ശബരിമലയിലെ മേൽശാന്തിയോ കീഴ്ശാന്തിയോ പോലും അല്ലാത്ത ഒരാൾ വിളിച്ചപ്പോൾ അവിടെ വരെ ചെല്ലുക എന്ന് പറയുന്ന കുറ്റകൃത്യമാണ്. അപ്പം അവിടെ ചെന്നിട്ട് എന്തായിരുന്നു അങ്ങനെ ഒരു ചുമ്മാ ഒരാൾ വിളിച്ചാൽ ചെല്ലുവോ? നമുക്ക് അത്ര അടുപ്പമുള്ള ഒരാൾ വിളിക്കല്ലേ ചെല്ലുള്ളൂ. ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ പോകുന്ന സമയത്ത് നീ അവിടെ നിൽക്കി, ഞാൻ അങ്ങ് വന്നേക്കാം എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ വന്നിട്ട് കയറാവുള്ളേ. ഇത് നമ്മൾ സുഹൃത്തുക്കൾക്കിടെ പറയുന്നത്, ഞാൻ വന്നിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. ഇപ്പം ഒരു കല്യാണ വീട്ടിൽ ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കുക, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ വരുന്നു, ഇപ്പൊ പിന്നെ കല്യാണത്തിന് കയറുന്നു, ഫോട്ടോ എടുക്കുന്നു, പോരുന്നു. ഇതുപോലെയാണോ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നത്? ഇതുപോലെ അല്ലല്ലോ. അപ്പൊ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അപ്പം അവിടെ ആരൊക്കെ വരുന്നുണ്ട്, എത്ര പേരുണ്ട്, അല്ലെ? അവര് ഡ്രസ് കോഡ് വരെ, എനിക്ക് തോന്നുന്നു ഡ്രസ് കോഡ് പോലും നമുക്കറിയാം. പലയിടങ്ങളിലും ചില VIPs പങ്കെടുക്കുന്ന ഷോയ്സ് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവിടെ നമ്മളോട് കാണിക്കുന്നത് എന്തൊക്കെയാണ്? അവിടെ നമ്മള് ലൈവ് ഒക്കെ ശിവഗിരി ലൈവ് ചെയ്ത സമയത്ത് നമ്മുടെ ഉപരാഷ്ട്രപതി വന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി ഏത് രീതിയിലാണ് ടൈറ്റൻ ചെയ്ത് വെച്ചിരുന്നത്? കടകൾ പോലും തുറന്നില്ല. അതാ പറഞ്ഞത്, ആ രീതിയിൽ ഉള്ള സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരിടത്തേക്ക് ഒരു ഏകം പൂക്കച്ചളം ഇല്ല, 2 പേര് വിളിച്ചു എന്ന് പറയാണ്ട് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം മാധ്യമപ്രവർത്തകർക്ക് പോലും കൃത്യമായ വിലക്കുകൾ ഏർപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് പലപ്പോഴും സെക്യൂരിറ്റി പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ. മാധ്യമപ്രവർത്തകർക്ക് പോലും സ്വതന്ത്രമായി കയറി ചെല്ലാൻ പറ്റൂ? ഇല്ല. പൂർണ്ണമായി ചെക്ക് ചെയ്ത് എത്ര പേരുണ്ട്, നിങ്ങൾ ഏത് വാഹനത്തിൽ വന്നു എന്ന് അടക്കം അവിടെ എഴുതി കൊടുത്തിട്ടേ കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് ഈ പറയുന്ന സോണിയാഗാന്ധിയെ 2 പേര് വിളിച്ചപ്പം ഈ പറയുന്ന 2 MP-മാർ കൂടെ പോയി എന്ന് പറയുന്ന വസ്തുതാവിരുദ്ധമായ കാര്യം അതിനകത്തൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ അന്വേഷണം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തി എത്രയും പെട്ടെന്ന് സ്വർണ്ണപ്പാളി എവിടെയാണെന്ന് തിരിച്ചറിയണം. അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത മലയാളിക്ക് ഉണ്ടാവണം. പക്ഷെ ഇതിനകത്ത് ഇതിനകത്ത് സ്കോറിങ്ങിന്റെ 2 ഘട്ടങ്ങളുണ്ട്. ഞാനത് മനസ്സിലാക്കുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്
പൂർണ്ണമായും ഈ കോൺഗ്രസ് ഇപ്പൊ ഒരു പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. നേരത്തെ മൊത്തം പ്രതിരോധത്തിലായിരുന്നത് CPM ആണ്. ഇപ്പൊ അതിൽ നിന്ന് മാറി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിപ്പോ CPM പ്രതിരോധത്തിൽ തന്നെയായിരുന്നു. രണ്ടുപേര് അതിനകത്ത് പ്രതിയായി. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിരോധം എത്രത്തോളം ആലോചിച്ച് നോക്കും. ഈ 10 വർഷം കൊണ്ട് എത്രത്തോളം, ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അടൂർ പ്രകാശും ആന്റണിയും പ്രതിരോധത്തിലാവുന്നില്ലേ പാർട്ടി? ഭയങ്കര പ്രതിരോധത്തിലാണ്. ആ പ്രതിരോധത്തിൽ നിൽക്കുന്ന ആ പാർട്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള ചോദ്യം. ഇനി എങ്ങാനും ഈ കേസ് അങ്ങോട്ട് മുൻപോട്ട് അന്വേഷണം പോയി ഇതിനകത്ത് കോൺഗ്രസിലെ പല ഉന്നത നേതാക്കന്മാർക്കും പങ്കുണ്ടെന്നോ, അല്ലെങ്കിൽ പോട്ടെ കോൺഗ്രസിന്റെ തന്നെ ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും ഒരു ഇപ്പൊ തന്നെ പാർലമെന്ററി അംഗത്തിന് പോലും അതിനകത്ത് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് അവസ്ഥയിലായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുക എന്നാണ് ചിന്തിച്ചു നോക്കണം. CPM ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന മൈലേജ് ആലോചിച്ച് നോക്കണം. ഒറ്റ നിപ്പ് നിന്നു, ഇതുവരെ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ആരന്വേഷിക്കുന്നു അവരന്വേഷിച്ചോട്ടെ, SIT എങ്കിൽ SIT, ഹൈക്കോടതിയിൽ നിന്ന് മേൽനോട്ടമെങ്കിൽ ഹൈക്കോടതിയിൽ മേൽനോട്ടം, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് പകപ്പുണ്ട്. ഇത് കോൺഗ്രസിലെ ഏത് പാർലമെന്ററി നേതാവിനെതിരെയാണ് അന്വേഷണം പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ആ നിലയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ CPM നല്ലൊരു മൈലേജ് ഉണ്ടാവും. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഏൽക്കാൻ പോകുന്ന ഒരു വലിയ മങ്ങലുണ്ട്. ഒരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത അത്രയും തകർച്ചയിലേക്ക് കോൺഗ്രസ് വീണു പോവുകയും ചെയ്യും ഈ ഒറ്റ കേസുകൊണ്ട്.